വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, 2019 കോവിഡ് മഹാമാരിക്ക് ശേഷം 75% വർധനമാണ് ഇന്റർനെറ്റ് ഉപയോഗത്തിൽ യുനെസ്കോയുടെ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ട് പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. എന്നാൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങൾക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വിധേയമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നൂതനവുമായ കാര്യമാണ് സാങ്കേതിക വിദ്യയുടെയും മറ്റു നൂതന ആശയങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുവരവ്. ഏതൊരാശയത്തെയും പഠന വിധേയമാക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളും അറിഞ്ഞിരിക്കലും അതിനെപ്പറ്റി ബോധവാനാകലും ഓരോ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നിർബന്ധമാണ്. നൂതന സാങ്കേതിക വിദ്യ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് ആലോചിക്കേണ്ടത് ഉണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ മാനസിക നില പരിശോധിച്ച് അവൻ ഏത് രീതിയിലുള്ള പഠന രീതിയാണ് ആവശ്യപ്പെടുന്നത്, അവന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അവന് നിർദ്ദേശിക്കുന്നു. മാത്രമല്ല, അവന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും അവനുള്ള കഴിവുകൾ ലോക ജനതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനും ഇത്തരത്തിലുള്ള വേദികൾ സജ്ജമായിരിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ മറ്റൊരു പ്രധാന സാധ്യത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിന്റെ ഏത് പ്രശസ്തിയും ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിന്റെ ഏത് കോണുകളിൽ ഇരുന്നു കൊണ്ടും ഏത് പ്രശസ്ത യൂണിവേഴ്സിറ്റിയുടെയും ഏത് നിലവാരമുള്ള കോഴ്സുകളെയും കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രധാനമായും അധ്യാപകർ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അത്താണിയായ അധ്യാപകർക്കുള്ള ഗുണമാണ് അധ്യാപകർ തന്റെ ശിഷ്യന്മാരെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിലുള്ള നൂതന തന്ത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുക, തങ്ങളുടെ പഠന സമ്പ്രദായത്തിൽ എങ്ങനെയാണ് നൂതന സാങ്കേതിക വിദ്യയെ കൊണ്ടുവരാൻ സാധിക്കുക എന്നെല്ലാം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം സാധ്യതകൾ നൂതന സാങ്കേതിക വിദ്യ തുറന്നു കൊടുക്കുമ്പോഴും അതിഭീകരമായ അതിപ്രധാനമായ ധാരാളം ആശങ്കകൾ മുന്നിലുണ്ട്. പ്രധാനമായും ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തിത്വമായ പഠനം നൽകുന്നതിലൂടെ തന്നെ അവന് ഫോണിനോട് അടിമപ്പെടുന്ന രീതി വരുന്നു. മറ്റൊരു കാര്യം, വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുണ്ടാകേണ്ട ആളാണ് അധ്യാപകൻ. അതിനപ്പുറത്തേക്ക് ഒരു വിദ്യാഭ്യാസ രീതികളിലും കോഴ്സുകളിലും ധാരാളം ചതിക്കമ്പോളങ്ങളും ചതിക്കുഴികളുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതെ അതിലേക്ക് പൈസ ചെലവാക്കുന്ന രീതി, ചിലവ് കുറവാണെന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് വീണുപോകുന്ന ധാരാളം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സൈബർ സുരക്ഷയും മറ്റൊരു പ്രധാന ആശങ്കയാണ്. എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രധാനമായും അധ്യാപകർ തങ്ങളുടെ പാഠപുസ്തകങ്ങളിലും പഠന രീതികളിലും ഇതിന്റെ സാധ്യതകളെയും ആശങ്കകളെയും കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കണം. തങ്ങളുടെ പാഠപുസ്തകങ്ങളിലും സിലബസുകളിലും ഇതിനെ പറ്റി ചേർത്ത് കൊടുക്കണം. എന്താണ് AI, എന്താണ് നൂതന സാങ്കേതിക വിദ്യ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത്തരത്തിൽ ധാരാളമായി മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തലമുറയുടെയും ചിന്താഗതി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരുകളും ചിന്തകന്മാരും അധികാരികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാലത്തിനുതക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിനുതക്കുന്ന സമ്പ്രദായമാണ് കൊണ്ടുവരേണ്ടത്. ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുന്ന, മീനിനെ പറക്കാനും പരുന്തിന് നീന്താനും പഠിപ്പിക്കുന്ന സമ്പ്രദായത്തെ മാറ്റിവെച്ചുകൊണ്ട് എന്താണ് അവന്റെ ആവശ്യം, അവന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള സമ്പ്രദായമാണ് നമുക്ക് വേണ്ടത്. ഇനി എന്നാണ് നമുക്ക് മുമ്പിൽ ഒരു സുരക്ഷിതമായ വിദ്യാഭ്യാസ സമ്പ്രദായം കിട്ടുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.